ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി ബുധനാഴ്ച വിധി പറയും. ഇതിനിടെ വേടനെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. സംഗീത ഗവേഷക വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് കേസ്. ലൈംഗിക അതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങി ഗുരുതര വകുപ്പുകളാണ് വേടനെതിരെ പുതിയ കേസിൽ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന വിശദവാദം പൂർത്തിയാക്കിയാണ് കോടതി വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഉത്തരവിനായി മാറ്റിയത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ബുധനാഴ്ച വിധി പറയും. വേടന് ജാമ്യം നൽകരുതെന്ന് പരാതിക്കാരി അന്തിമവാദത്തിലും ആവശ്യപ്പെട്ടു. സംഭവത്തിനു ശേഷം 2 വർഷം കഴിഞ്ഞാണല്ലോ പരാതിയെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയപ്പോൾ താൻ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നായിരുന്നു പരാതിക്കാരിയുടെ വിശദീകരണം. പരാതിക്കാരിയുമായി നല്ല ബന്ധത്തിലായിരുന്നുവെന്നും വേർപിരിയാൻ തീരുമാനിച്ചപ്പോഴാണ് പരാതി ഉയർന്നതെന്നും വേടൻ ചൂണ്ടിക്കാട്ടി. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന വാദം നിലനിൽക്കുമോ എന്നതിൽ മുൻ സുപ്രീം കോടതി ഉത്തരവുകളുണ്ടെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഇതിനിടെ വേടനെതിരെ പുതിയൊരു കേസ് കൂടി എറണാകുളം സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തു. സംഗീത ഗവേഷക വിദ്യാർത്ഥിനി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെ തുടർന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പരാതി കുറ്റകൃത്യം നടന്ന പ്രദേശത്തെ പോലീസ് സ്റ്റേഷനായ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈമാറുകയായിരുന്നു. 2020 ഡിസംബർ 20 വേടൻ തന്നെ എറണാകുളത്തെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചു എന്നതാണ് പരാതി. താൻ ഫ്ളാറ്റിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും യുവതിയുടെ പരാതിയിലുണ്ട്. ഇന്ത്യൻ ശിക്ഷാ നിയമം 294, 354, 354 A1, കേരള പോലീസ് ആക്ട് 119A എന്നീ വകുപ്പുകൾ പ്രകാരം സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം, അശ്ലീല പദപ്രയോഗം നടത്തുക തുടങ്ങിയ കുറ്റങ്ങളാണ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കും. കൈരളി ന്യൂസ്, കൊച്ചി.